കടുക് 1 ടേബിൾ സ്പൂൺ അളവിൽ കടുക് മതിയാവും കേട്ടോ. അപ്പോൾ ഒന്ന് ചതച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കടുക് ചതച്ചെടുക്കുമ്പം നല്ലൊരു എഫക്റ്റാണ് അതിന്. കാരണം ബാഡ് സ്മെല്ലെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. കടുകിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അത് ഇടികളിൽ ചതയ്ക്കുമ്പോൾ ഇതേപോലെ ഒരു പേപ്പർ വെച്ച് ചുറ്റിപ്പിടിക്കുകയാണെങ്കിൽ ഒട്ടും പുറത്ത് തെറിച്ച് പോവില്ല. അപ്പോൾ എന്ത് ചതച്ചാലും നമുക്ക് ഇതേപോലെ ഒരു പേപ്പർ ചുറ്റിപ്പിടിച്ചിട്ട് ചതയ്ക്കുകയാണെങ്കിൽ തെറിച്ച് പോവില്ല. അതേപോലെ തന്നെ ഇടിക്കുന്ന കല്ല് ഒന്ന് നനച്ചിട്ട് ഇടിക്കുകയാണെങ്കിലും കണ്ടോ, ഇതേപോലെ നനച്ചിട്ട് ഇടിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ നമുക്ക് തെറിച്ച് പോകാതെ തന്നെ നമുക്ക് കടുകെല്ലാം അതിനകത്ത് തന്നെ ഇരുന്നോളം, പുറത്തോട്ടൊന്നും പോവില്ല. അപ്പം നമുക്ക് അടുപ്പത്ത് വെള്ളം വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ വെള്ളം കുറച്ച് വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഈ പൊട്ടിച്ച കടുക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോഫ സെറ്റ്, അതേപോലെ ബെഡ്, കുട്ടികൾ മൂത്രം ഒഴിച്ച് സോഫ സെറ്റ്, ബെഡൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് അത് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും ഈ രീതിയിൽ. അപ്പോൾ കടുക് ചതച്ചതെല്ലാം ഞാനിത് പേപ്പറിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് തിളച്ച് വരുമ്പം ഒരു ചെറിയൊരു മഞ്ഞ കളർ കിട്ടും. അതുവരെ നമുക്കൊന്ന് വെള്ളം ഒന്ന് തിളപ്പിച്ച് കൊടുക്കാം. ചെറിയൊരു മഞ്ഞ കളർ ആവുന്ന നേരം തിളപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ബേക്കിംഗ് പൗഡറും നല്ല അണുക്കളെയൊക്കെ നശിപ്പിക്കുന്ന, അതേപോലെ തന്നെ ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള 2 സാധനമാണ് കടുകും ബേക്കിംഗ് പൗഡറും. അപ്പോൾ അത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പം നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടി ചെറിയ ചൂട് വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മൾ ഒരു കൊച്ചു ബേസിൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് അരിച്ചൊഴിക്കാം. അപ്പോൾ ചെറുതായിട്ട് ആ തിളപ്പൊക്കെ ഒന്ന് മാറി കിട്ടിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് അരിച്ചൊഴിക്കാം. അപ്പം വെള്ളത്തിന് നല്ലൊരു ചൂട് വേണം. കാരണം നമ്മൾ ബെഡിൽ മൂത്രമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും, കുട്ടികളൊക്കെ മൂത്രം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഇത് നമുക്ക് ഒരു ചെറിയ ചൂട് നല്ലതാണ്. അതേപോലെ തന്നെ നമുക്ക് അതിന് നല്ലൊരു മണത്തിന് വേണ്ടി കംഫോർട്ടും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മണത്തിന് വേണ്ടിയിട്ടാണ് കംഫോർട്ട് ഒഴിച്ചു കൊടുത്തത്. ബാഡ് സ്മെല്ലും അഴുക്കും എല്ലാം പോകുന്നതിന് വേണ്ടിയിട്ടാണ് കടുകും അതേപോലെ ബേക്കിംഗ് പൗഡർ. ഇത് 3 മാത്രം മതി കേട്ടോ. ഇതിനകത്ത് വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള കുറച്ച് ടവലോ കോട്ടൻ്റെ തുണിയോ ഉണ്ടെങ്കിൽ കട്ടിയുള്ള തുണി എടുക്കുക. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് കുക്കറിൻ്റെ മൂടിയാണ് എടുക്കുന്നത് കേട്ടോ. കുക്കറിൻ്റെ മൂടി പറ്റുന്നില്ല എങ്കിൽ കാസറോളിൻ്റെ അടപ്പുണ്ടെങ്കിൽ അത് മതി. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് മൊത്തത്തിൽ തുടച്ച് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുക്കറിൻ്റെ മൂടി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് മൂടിയിൽ കൈപ്പിടി പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തുടച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ടവൽ നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് കെട്ടിക്കൊടുക്കുക. 4 ഭാഗവും പിടിച്ച് ഇതേപോലെ കെട്ടിക്കൊടുക്കുക. അതല്ലെങ്കിൽ കൂട്ടി പിടിച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താലും മതി. ഇതിപ്പം ഞാൻ ഈസി ആയിട്ട് ഇതാണ് ചെയ്യുന്നത്. ഒരു ബാഡ് സ്മെൽ അതിനകത്ത് നിന്ന് അനുഭവപ്പെടാറുണ്ട്. കുട്ടികളെല്ലാം ഇതിനകത്താണല്ലോ ഇരുന്ന് കഴിക്കുന്നതും, അതേപോലെ ചായയോ വെള്ളമൊക്കെ കമന്നിട്ട് കറയൊക്കെ പിടിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ഇതേപോലെ വളരെ ഈസി ആയിട്ട് തുടച്ചെടുക്കാനായിട്ട് പറ്റും. അല്ല ഇടയിലൊക്കെ അതേപോലെ ഇതുപോലെ നല്ല കട്ടിയുള്ള മാറ്റ് എല്ലാം തുടച്ചെടുക്കാം. നമ്മുടെ ബെഡിലും കുട്ടികളൊക്കെ മൂത്രമൊഴിക്കാനുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് ഇതേപോലെ കുറച്ച് സൊല്യൂഷൻ അധികമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം. കാരണം മൂത്രമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബാഡ് സ്മെല്ല് പോകുന്നതിന് വേണ്ടിയിട്ട് ആട് നമുക്ക് വൃത്തിയാക്കാനുണ്ടെങ്കിൽ അതിൻ്റെ അളവൊക്കെ കൂട്ടുകയും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, അളവ് കൂടിയാലും പ്രശ്നമൊന്നുമില്ല. അതാണ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. അതിനകത്ത് നിന്ന് ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ മാറി കിട്ടും കേട്ടോ. സ്ഥലത്ത് മാത്രം നമ്മൾ നല്ല രീതിയിൽ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഇതേപോലെ തുടച്ചെടുക്കാനായിട്ട് നോക്കുക.